നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 55-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യം ഇല്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്നു വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ. പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവീൻ. നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവീൻ. ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവനെ ജാതികൾക്ക് സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതിയും ആക്കിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും. നിന്നെ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ യഹോവ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധൻ നിമിത്തവും അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടിവരും. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവും തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ. അവൻ ധാരാളം ക്ഷമിക്കും. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്കും മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ തനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും. ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. മുള്ളിനു പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരിക്ക് പകരം കൊഴുന്ത് മുളയ്ക്കും. അത് യഹോവയ്ക്ക് ഒരു കീർത്തിയായും രക്ഷിക്കപ്പെടാത്ത ഛേദിക്കപ്പെടാത്ത ശാശ്വതമായൊരു അടയാളമായും ഇരിക്കും. യെശയ്യാപ്രവചനം 55-ാം അധ്യായം പ്രസിദ്ധങ്ങളായ ഒട്ടു വളരെ വാക്യങ്ങളുള്ള ഒരു അധ്യായമാണ്. 2-ാം വാക്യം സുപരിചിതമാണ്. അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തത് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? ഇത് യഹൂദനെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനപദവും ആത്മരക്ഷയ്ക്ക് വേണ്ടി അതായത് ദൈവത്തിൻ്റെ അപ്പമല്ലാത്ത ദൈവിക തൃപ്തി നൽകാത്ത കാര്യങ്ങളുടെ പുറകെ പണം മുടക്കി പോവുകയാണ്. 6ഉം 7ഉം വാക്യങ്ങൾ യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ദുഷ്ടൻ തന്റെ വഴിയെ നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവെങ്കിലേക്ക് തിരിയട്ടെ. അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ക്ഷമിക്കും. അതുപോലെ 8-ാം വാക്യം എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. 11-ാം വാക്യം അത് വളരെ പ്രസിദ്ധമാണ്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇതിലെ 2 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് 3-ാം വാക്യം യെശയ്യാപ്രവചനം 55-ാം അധ്യായം 3-ാം വാക്യം ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 34-ൽ പൗലൂസ് അത് ദാവീദ് പുത്രനായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ താൻ ദാവീദിന്റെ സിംഹാസനത്തിൽ നിത്യരാജാവാകും, എവർലാസ്റ്റിംഗ് കിങ് ആകും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുപോലെ അടുത്തത് 10-ാം വാക്യമാണ്. അവിടെ ദൈവത്തെ വിതയ്ക്കുന്നവർക്ക് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 9:10 പൗലൂസ് ദൈവത്തെ അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് 55-ാം അധ്യായം പൗലൂസിനെ തീർച്ചയായിട്ടും
സ്വാധീനിച്ചിട്ടുണ്ട്. യെശയ്യാവ് 53 നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി എന്നുണ്ട്, യേശുവിന്റെ മേൽ. ആ സമാധാനം കിട്ടാൻ നാം ഉയർത്തി ജീവിക്കുന്ന കർത്താവിന്റെ അടുത്തേക്ക് തക്ക സമയത്ത് വന്നാൽ സൗജന്യമായി ലഭിക്കുമെന്ന് 1-ാം വാക്യം പറയുന്നു. പക്ഷേ ജനം പണം മുടക്കി ആത്മരക്ഷ നേടാൻ ശ്രമിക്കുന്നെങ്കിലും ദൈവിക ശാന്തി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് 2-ാം വാക്യം. ഇന്ന് ദൈവം അടുത്തിരിക്കാൻ കണ്ടെത്താൻ കഴിയും എന്നാണ് 7-ാം വാക്യം പറയുന്നത്. കർത്താവിൽ ശരണപ്പെട്ടാൽ ഏത് പാപവും ക്ഷമിച്ച് അനുഗ്രഹിക്കുമെന്ന് 8-ാം വാക്യം. അത് മനുഷ്യന്റെ ബുദ്ധിക്ക് നിരക്കുന്നതിൽ അപ്പുറമാണെന്നാണ് 9-ാം വാക്യം. മനം തിരിഞ്ഞതിനാൽ ബാബേലിൽ നിന്ന് മടങ്ങി വരുന്ന ഇസ്രായേൽ മക്കൾക്കുണ്ടാകുന്ന അനുഗ്രഹം ഭാവി ദൈവരാജ്യത്തിന്റെ നിഴലാണ് എന്നാണ് അവസാന വാക്യങ്ങൾ. അതാണ്, നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ പൊട്ടിയാർക്കും, ദേശത്തിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും, മുള്ളിനു പകരം സരളവൃക്ഷം മുളയ്ക്കും, പറക്കാരിക്ക് പകരം കൊഴുന്തു മുളയ്ക്കും. അത് യഹോവയ്ക്കൊരു കീർത്തിയായും ഛേദിക്കപ്പെടാത്ത ശാശ്വതമായ ഒരു അടയാളമായും ഇരിക്കും. ഇസ്രായേൽ മക്കൾ ബാബയിൽ നിന്നും മടങ്ങി വന്ന് അവിടെ കൃഷിയും വ്യവസായവും ഒക്കെ തുടങ്ങി അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ഒരർത്ഥം മാത്രമല്ല, ഭാവിയിൽ യെരൂശലേം ആസ്ഥാനമാക്കി ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം സകല രാജ്യങ്ങൾക്കും, സകല വൃക്ഷങ്ങൾക്കും, സകല മൃഗങ്ങൾക്കും, സകല മനുഷ്യർക്കും, അതായത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ഇത് അവസാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ, നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.